കനകക്കുന്നിൽ 80-കാരിയെ കൊലപ്പെടുത്തി കായലിൽ കെട്ടിത്താഴ്ത്തിയ കേസിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. അയൽവാസിയായ പ്രകാശനാണ് പിടിയിലായത്. സ്വർണവും പണവും സ്വന്തമാക്കാനാണ് പ്രതി തങ്കമ്മയെ കൊലപ്പെടുത്തിയത്. മനീഷ് മാത്യു വിവരങ്ങൾ വായിച്ചായിരുന്നു. മനീഷ്. സേതുലക്ഷ്മി, ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ ഈ തങ്കമ്മയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആരെങ്കിലും ആയിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കാരണം അത്ര പരിചയമുള്ള ഒരാളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് മനസ്സിലാക്കിയത്. അങ്ങനെ പോലീസ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും സംശയത്തിനുള്ളവരെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ പ്രകാശൻ അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഈ തങ്കമ്മയെ കാണാതാവുന്ന ദിവസങ്ങളിൽ ആരൊക്കെയാണ് അവിടെ എത്തിയതെന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗ്യാസ് നന്നാക്കുന്നതിന് വേണ്ടി പ്രകാശൻ അവിടെ എത്തിയ വിവരം മനസ്സിലാക്കിയത്. തുടർന്നാണ് ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംശയം തോന്നിയതിന്റെ പേരിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കൊലപാതകം സമ്മതിച്ചത്. ഈ പ്രകാശിന്റെ ഭാര്യയുടെ ഒരു അകന്ന ബന്ധുവാണ് തങ്കമ്മ. ഈ പരിചയമാണ് അയാളെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത്. തങ്കമ്മയ്ക്ക് വേണ്ടിയിരുന്ന സഹായങ്ങളൊക്കെ ചെയ്തു നൽകിയിരുന്നതും ഇയാളായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം അത് കവരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം നടത്തിയത്. തങ്കമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന 6 വളകളും അതുപോലെ തന്നെ കമ്മലുകളുമാണ് ഇയാൾ ഈ കൊലപാതക ശേഷം മോഷ്ടിച്ചത്. ഇയാൾ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇയാൾക്ക് സ്വന്തമായി ചെറുവള്ളവുമുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്.